1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് ജില്ലകൾ രൂപീകരണത്തിലെ കാലത്തൊന്നും ഇല്ലാത്ത വലിയ കോലാഹലങ്ങളും കുതൂഹലങ്ങളും ഒക്കെയാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന്. അതിന്റെ കാരണം എത്ര പേർക്കറിയാം? ബാക്കി എത്രയോ ജില്ല ഉണ്ടായി, പല സമുദായത്തിന് ഭൂരിപക്ഷമുള്ള, കോട്ടയം പോലെ ക്രിസ്ത്യൻ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ജില്ല ഉണ്ടായപ്പോൾ ഇല്ലാത്ത പുകില് മലപ്പുറം ജില്ല ഉണ്ടായപ്പോൾ എന്തുകൊണ്ടായിരിക്കണം? ഒന്നുമല്ല, മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് മലബാർ കലാപം ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. വേറൊരു പ്രശ്നമില്ല. മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്നുള്ളതിനേക്കാൾ ഉപരി മലബാർ കലാപം നടന്ന ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളെ, പഴയ മലബാർ ജില്ലയുടെ ഈ താലൂക്കുകളെ ഉൾപ്പെട്ട ഒരു ജില്ല ആണ് 69 രൂപീകരിക്കാൻ. അതുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ, വൻ സമരങ്ങൾ, ഈ പറയുന്ന പദയാത്രകളൊക്കെ നടന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ആ സമയത്ത് ഇപ്പൊ 69 നമ്മുടെ സാക്ഷരതാ നിരക്ക്, അതായത് ജില്ലാ രൂപീകരണ സമയത്തുള്ള മലപ്പുറത്തിന്റെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 47%. ഇപ്പൊ 2011 സെൻസസ് പ്രകാരം നമ്മുടെ മലപ്പുറം ജില്ലയുടെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 93.47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സാക്ഷരതാ നിരക്ക് 93.97, ഏതാണ്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് സംസ്ഥാന ശരാശരി. അപ്പോ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? രത്നാകരൻ പറയുന്നത് നിങ്ങൾ മാഷന്മാരെ കൊണ്ടാണെന്നാണ് പറഞ്ഞു വെച്ചത്. അത് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്, എന്നോട് ദേഷ്യപ്പെടരുത്. അതിനു മുമ്പ് എന്താണ് മലപ്പുറത്തിന്റെ പൂർവ്വസ്ഥിതി നിങ്ങൾ അറിയണം. 1792 മലപ്പുറം എന്ന് പറയും, അല്ലെങ്കിൽ മലബാർ എന്ന് പറയുന്ന ജില്ല രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഈ മലബാർ പ്രദേശം, അതായത് തൃശ്ശൂരിനിപ്പുറം കാസർഗോഡ് വരെ, കാസർഗോഡ് ഇല്ലാത്ത തൃശ്ശൂരിനിപ്പുറത്തെ ജില്ലകളാണ് ഇന്നത്തെ. ആ ജില്ലകളെയാണ് നമ്മൾ ബ്രിട്ടീഷ് മലബാർ എന്ന് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത് 1892 അതിനു മുമ്പ് ഇവിടെ ഒരു 4 നൂറ്റാണ്ട് ഭരണം നടത്തിയിരുന്നത് ടിപ്പു സുൽത്താനായിരുന്നു, മൈസൂർ ടിപ്പു സുൽത്താൻ. ഈ സമയത്ത് ഇവിടെ ഘടനാപരമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ റവന്യൂല്, ലാൻഡ് റവന്യൂല് കാര്യമായ മാറ്റം. അത് ഈ പാട്ടക്കുടിയാന്മാർക്ക് അനുകൂലമായിട്ട് 10 പറ ഉൽപ്പാദിപ്പിച്ചിരുന്നത് 2 പറയും 2.5 പറയും മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാട്ടക്കുടിയാന് ടിപ്പുവിന്റെ പരിഷ്കരണം കാരണം 5 പറ സ്വന്തമാക്കാൻ പറ്റി. അപ്പം പാട്ടക്കുടിയാന്, വെറും പാട്ടക്കാരന്, പങ്ക് കൃഷിക്കാരന് അനുകൂലമായിട്ടുള്ള ഒരു റവന്യൂ പരിഷ്കാരം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഏറെക്കുറെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യൻ. അവിടെയാണ് 1892 ഈ ബ്രിട്ടീഷുകാരിലേക്ക് അധികാരം തിരിച്ചു കിട്ടുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിനെ വീണ്ടും അട്ടിമറിച്ച് പഴയ രൂപത്തിലേക്ക് ജന്മിമാർക്ക് അനുകൂലമായിട്ട് മാറ്റും. അപ്പൊ അത് മാറിയപ്പോൾ ഇവർക്ക് ജീവിക്കാനുള്ള ഈ 10 പറയിൽ വീണ്ടും 2.5 പറ മാത്രമായി. അതേസമയം ശരാശരി ജീവിക്കാൻ ഈ ഒരു 6 പറയെങ്കിലും വേണം ഈ 6 കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബത്തിന് കഴിയാൻ. അങ്ങനെയുള്ള ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ളവര് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അവർ സഹായിക്കുന്ന ജന്മിമാർക്കെതിരായി സമരം തുടങ്ങുകയാണ്. ഏതാണ്ട് 32ഓളം സമരങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. പക്ഷെ അടിച്ചമർത്തിയതിനു ശേഷവും സമരങ്ങൾ തുടരുന്നുണ്ട്. ഈ സമരങ്ങള് കാരണം ആ സമരങ്ങളുടെ ഒരു ഭൂമികയിലാണ് അവസാനിക്കുന്നത്. എവിടെയാണ്? മലബാർ കലാപം. പറഞ്ഞു വരുന്നത്, നിരന്തരമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു പ്രദേശമാണ് ഈ മലബാർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തീരുമാനിച്ചൊരു കാര്യം, ബ്രിട്ടീഷുകാരുമായി ഈ അതിദേശ ഫംഗ്ഷൻ എന്ന് പറയും ചരിത്രത്തില്, എക്സ്റ്റൻഷൻ ഓഫ് ദി എനിമീസ് എംപയർ. അതായത് ഈ ഒരാളെ നമ്മൾ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ശത്രുവുമായി അസോസിയേറ്റ് ചെയ്ത എല്ലാത്തിനെയും വെറുക്കുക, എല്ലാത്തിനെയും എതിർക്കുകയാണ്. അങ്ങനെയാണ് ഈ സമയത്ത് ഇവിടുത്തെ മാപ്പിളമാര് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ. നമുക്കതിനെ ഒരർത്ഥത്തിൽ ഒരു സാംസ്കാരിക പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റും. അതൊരു സമര മാർഗമാണ്. പക്ഷെ അത് ഈ പ്രദേശത്തെ മുസ്ലിങ്ങളെ പിന്നോക്കം കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ തന്നെ, അതായത് ദക്ഷിണ മലബാർ അങ്ങനെ ഒരു ഫാക്ടറായിട്ട് അതിൽ വർക്ക് ചെയ്തു. മാത്രമല്ല ഈ ആര്യനെഴുത്തെന്ന് പറയുന്നതും, ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഗവേഷണ ഭാഗമായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ 1919 നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ഈ പൊന്നാനി പ്രദേശത്തൊക്കെ ഒരു പ്രാർത്ഥന, ഈ മുസ്ലിയാക്കന്മാരെ കൂട്ടപ്രാർത്ഥന എന്ന് വെച്ചാൽ, നല്ല മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റബ്ബേ എന്നാണ് പടച്ചവനോട് പ്രാർത്ഥന. അതായത് അത്രയും ഒരു ആര്യനെഴുത്തിനോടും ഇംഗ്ലീഷിനോടും അങ്ങനെയുള്ള ഒരു വിരോധം. അത് തീർച്ചയായിട്ടും ഈ ഒരു
സമരഭൂമികയിലെ ഒരു സാംസ്കാരിക പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ അതിനെ വായിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ്, അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സമാന്തരമായിട്ടൊരു പ്രതിസാക്ഷരത. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉള്ള മുഴുവൻ പേരും ഞാൻ നേരത്തെ പറഞ്ഞ 47% അല്ലെങ്കിൽ ബ്രിട്ടീഷ് പീരിയഡിൽ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ്, നിരക്ഷരരാണ്, പ്രധാനമായിട്ടും ഇവിടുത്തെ മുഖ്യ സമുദായമായ മാപ്പിളമാരെന്ന് പറയാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ 1607 മൊഹീദ്ദീൻ മാല എന്ന് പറയുന്ന ഒരു കാവ്യം രചിക്കപ്പെടുന്നുണ്ട്. കാസി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ. അതേ സമയത്താണ് ഇങ്ങ് തിരൂര് തുഞ്ചൻ ആചാര്യൻ അധ്യാത്മ രാമായണം എഴുതുന്നത്. ഒരേ കാലാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനെന്താ പറയുന്നതെന്ന് വെച്ചപ്പോ, ഞാനൊക്കെ എന്റെ സാക്ഷരതയുടെ ആദ്യാക്ഷരങ്ങൾ കുറിക്കപ്പെടുന്ന സത്യം പറഞ്ഞ എന്റെ വല്യമ്മ പാടിത്തന്ന ഈ മൊഹീദ്ദീൻ മാലയുടെ വരികളാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുഞ്ഞ നിങ്ങളുടെ കൽപകമെന്നോവർ, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈക്കൂട ഉത്തരം നൽകും ഞാൻ എന്നോവർ. ഞാൻ എന്തിനാണ് പറയുന്നത്? അപ്പൊ അപ്പുറത്ത് നിങ്ങൾക്ക് അധ്യാത്മ രാമായണം അഹമികയ ഭാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു. രണ്ട് മലയാളം നോക്കുക, സരള മലയാളമാണ് അദ്ദേഹം. പക്ഷെ ഈ സരള മലയാളം പൊതുസമൂഹത്തിന് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അറബി മലയാളത്തിൽ കുടുങ്ങിക്കിടന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വല്യമ്മയെ പോലെയുള്ളവർ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോൾ അതിനു മുമ്പുള്ള പഴയ തലമുറയൊക്കെ ഈ പാട്ട് പാടുന്നുണ്ട് എന്ന്. ഇപ്പൊ നമ്മള് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ടാഗോറിന്റെ രവീന്ദ്ര സംഗീതം അറിയോ എന്നുള്ളതായിരുന്നു ഒരു കാലത്ത് വധുവിനെ പരീക്ഷിക്കുകയായിരുന്നു. കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് വധുവിന് രവീന്ദ്ര സംഗീതം അറിയോ, അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കും എന്നുള്ള ഒരു ഘട്ടമൊക്കെ ബംഗാളിൽ ഉണ്ടായതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ ഏതാണ്ട് ഇവിടെ 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടുത്തെ മാപ്പിള സ്ത്രീകൾക്ക് ഇതൊക്കെ അറിയായിരുന്നു, ഈ പറയുന്ന മലപ്പുറത്തെ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല്, പക്ഷെ അത് ഈ അറബി മലയാളം ആയതുകൊണ്ട് നമ്മൾ ഈ സാക്ഷരതയുടെ ഗണത്തിൽ അത് പെടുത്തിയില്ല എന്നുള്ളത്. ഇവർക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് വായിക്കാനും പാടാനും മനപ്പാടൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ മത്തി തങ്ങള് ആണ്, അപ്പോഴാണ് ഈ മത്തി തങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർക്കാരനായിട്ടുള്ള ഒരു പരിഷ്കർത്താവ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ എക്സൈസ് ഓഫീസർ ആയിരുന്നു. മൂപ്പരെ ബ്രിട്ടീഷുകാർ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, മലപ്പുറത്തേക്ക്. മലബാർ അല്ലെങ്കിൽ സൗത്ത് മലബാർ അല്ലെങ്കിൽ മലപ്പുറത്ത്. എന്തിനാ കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാർ? അദ്ദേഹത്തെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു. ആ ജോലിയൊക്കെ രാജിവെപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മാപ്പിളമാരെ ഉത്ബോധിപ്പിക്കാനാണ്. എന്താണ് ഉത്ബോധിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പം ആൾക്കാർക്കൊക്കെ സംശയം, ഈ പറയുന്ന പാരമ്പര്യ മുസ്ലിയാക്കന്മാരാണല്ലോ ഇംഗ്ലീഷ് നരകത്തിൽ, നിങ്ങളെന്താ അത് പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നരകത്ത് പോകുമ്പോൾ അവിടെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നത് നല്ലതല്ലേ? ആ രീതിയിലായിരുന്നു എന്താ പറയുന്ന ഇതിനോടുള്ള പ്രതിഷേധത്തിന്റെ. ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് മലബാറിലുടനീളം പ്രസംഗിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ. എന്തിനു വേണ്ടിയാണ്? വിദ്യാഭ്യാസത്തിലേക്ക് ഈ പറയുന്ന സമുദായത്തെ കൊണ്ടുവരണം, ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക്. അപ്പൊ ആ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ എന്തിനാണത് കൊണ്ടുവരുന്നത്? കാരണം ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, ഇവിടുത്തെ ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ 32ഓളം കലാപങ്ങളൊക്കെ നടക്കുന്നത് ഇവര് നിരക്ഷരരായതുകൊണ്ടാണ്. അപ്പൊ വിദ്യാഭ്യാസം വരുന്നതോടുകൂടി ഇവര് മാറുകയും സിവിലൈസ്ഡ് ആവുകയും. ഈ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാര് ചില്ലറക്കാരൊന്നുമല്ല. ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ പറയുന്ന നമ്മുടെ ഈ മേലാറ്റൂർ പെരിന്തൽമണ്ണക്കാരൊക്കെയാണ് ജംഗിൾ മാപ്പിളാസ് എന്ന് പറയും, കാട്ടുമാപ്പിളമാർ, കാട്ടുമാക്കന്മാർ. നേരെ മറിച്ച് തിരൂർക്കാരൊക്കെ നല്ല സംസ്കൃത മാപ്പിളാരാണ്. എന്നിട്ട് പറയാണ്, ആ സംസ്കാരം സിദ്ധിക്കാൻ എന്താ കാരണം എന്ന് പറയുന്നത്, തിരൂർ കൂടെ റെയിൽവേ പോകുന്നുണ്ട്. റെയിൽവേ ആസ് എ സിവിലൈസിങ് ഏജൻസി എന്ന് അവർ തന്നെ സ്വയം നമ്മളെ പറ്റി തന്നെ പുകഴ്ത്തുന്ന അവർ നമ്മൾ കൊണ്ടുവന്ന ഒരു റെയിൽവേ കാരണമാണ് ഈ കൂട്ടർ കുറച്ചെങ്കിലും നന്നായത്. ഇവരിപ്പോഴും കാട്ടുമാക്കന്മാരായിട്ട് നിൽക്കുന്നത്, കാട്ടുമാപ്പിളയായിട്ട് നിൽക്കുന്നത് ജംഗിൾ മാപ്പിളാസ് എന്നാണ് അവർ കൃത്യമായിട്ട്. അപ്പം അതായിരുന്നു കാര്യം. അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്ന് പറഞ്ഞാൽ, അപ്പൊ ഭക്തി തങ്ങളെ പോലെയുള്ളവരുടെ എഫേർട്ട് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പൊ ആ എഫേർട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നടക്കുന്നത്, ഇവിടെ ഓത്തുപള്ളികളെ ഉണ്ടായിരുന്നത് പഴയ മലപ്പുറത്ത്. ഓത്തുപള്ളികൾ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും ഏതെങ്കിലും ഒരു മല്ലാക്ക തന്റെ വീട്ടിൽ തന്നെ കുറെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കും. അതൊക്കെ വളരെ റോട്ടൻ ആയിട്ടുള്ള ഒരു പെഡഗോജിക്കൽ സിസ്റ്റം ആയിരുന്നു. ഇങ്ങനെ കാണാപ്പാഠം പഠിപ്പിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കക്ഷികൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാപ്റ്റൻ ഹമീദ് എന്ന് പറഞ്ഞ ഒരാളെ മദ്രാസിലെ ഈ പറയുന്ന പട്ടാണി മുസ്ലിമിനെ ഇവിടെ DEO ആക്കി കൊണ്ടുവരികയാണ്, മലബാറിന് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മക്കളെ പറഞ്ഞയച്ച ഒരാള് എന്ത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് പറയാം, കാഫിർ മായിൻ എന്നായിരുന്നു. അദ്ദേഹം മരിച്ചു പോവുകയോ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഈ പൊതു മാപ്പിള സമൂഹത്തിനിടയിൽ കാഫിർ മായിൻ എന്നായിരുന്നു. എന്താ കാര്യം? അയാളെ 2 പെമ്മക്കളെ
ഭൗതിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് സ്കൂളിലേക്ക് വിട്ടതാണ്. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ മകള് അലഹബാദ് പോയിട്ട് MBBS എടുക്കുകയും അതിന് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട്, മലബാറിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് ആ മകൾ മാറുകയും ചെയ്യും. പക്ഷേ ഈ മകളുടെ ബാപ്പയുടെ ടാഗ് അവിടെ കിടക്കുകയാണ്, കാഫർമായി. സിറ്റുവേഷൻ ഇതാണ്. അപ്പോഴാണ് ഇവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്റ്റൻ ഹമീദിനെ കൊണ്ടുവരികയാണ് മദ്രാസിൽ നിന്ന്. അവിടുത്തെ ഒരു എന്താ പറയാ പട്ടാണി മുസ്ലിം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇയാൾക്കൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഹമീദ് മൗല മുസ്ലിയാർ എന്നാണ് ഇവർ ബ്രിട്ടീഷുകാർ ഇയാളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇയാളാണ് പിന്നീട് കമ്മ്യൂണിറ്റി നേതാക്കൾക്കിടയിൽ ഈ പറയുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യതയെക്കുറിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേറൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്രസ ഉണ്ടല്ലോ, മദ്രസ അല്ലെങ്കിൽ ഓത്തു പള്ളി എന്നാ പറയാ, ഓരോ ഒത്തു മല്ലാക്കന്മാരുടെ കീഴിലുള്ള വീട്ടിൽ തന്നെ നടത്തുന്ന മദ്രസ. അത് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നതിന് ഓത്തുപള്ളി മല്ലാക്കാതെ കിട്ടുന്ന കൂലി എന്താണെന്നറിയോ? ഓരോ വീട്ടിലും ഓരോ നേരം അരി ഇടുമ്പോൾ ആ അരിയിൽ നിന്ന് ഒരു പിടി മാറ്റി വെച്ച്, പിടി അരി എന്നതിന് പറയാം, ഈ പിടി ഇങ്ങനെ ഒരു ഭരണിക്ക് ഇട്ട് വെക്കും. എന്നിട്ട് ഒരു മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവും. ആ 1/2 കിലോ ആ 30ാമത്തെ ദിവസം ഓരോ കുട്ടിയും മല്ലാക്കൾക്ക് കൊണ്ടു കൊടുക്കും. ഇതാണ് ശമ്പളം. ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഞങ്ങള് ഈ ഗസൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? അതിനകത്തൊക്കെ ഈ ചിത്രീകരണം. അപ്പോഴേ ബ്രിട്ടീഷുകാർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറയാം, ഈ ഒത്തുപള്ളി മല്ലാക്കന്മാരോട് പറയാണ്, നിങ്ങൾക്ക് 10 റുപ്യ ശമ്പളം തരാം. 10 റുപ്യ ആ കാലത്തെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 10 രൂപ മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ എത്ര വലിയ എമൗണ്ട് ആയിരിക്കും. അതോടുകൂടി ഈ മൊല്ലാക്കന്മാരൊക്കെ വീണു. മൊല്ലാക്കന്മാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 10 മണി വരെ ഈ ഖുറാനും ഹദീസും പഠിപ്പിച്ചിട്ട് അതിനുശേഷം ഇവർക്ക് കുറേശ്ശെ മാത്സും കുറച്ച് സയൻസും ഒക്കെ പഠിപ്പിക്കാം. മൊല്ലാക്കന്മാർക്ക് എന്ത് സയൻസ്, എന്ത് മാത്സ്. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് തോന്നി, അല്ല നമുക്കൊരു ട്രെയിനിങ് കോളേജ് വേണം മലപ്പുറത്ത്. അപ്പോഴേക്ക് നിങ്ങൾ അറിയേണ്ടത് ട്രെയിനിങ് കോളേജ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള ബോധമൊക്കെ ഇവിടുത്തെ മാപ്പിളാർക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ട്രെയിനിങ് കോളേജ് ഈ ഒത്തുപള്ളി മല്ലാക്കന്മാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ക്ലാസ്സിനെ കുറിച്ച് ഉമർ മൗലവി എന്ന് പറയുന്ന കക്ഷിയുടെ ആത്മകഥയിൽ പറയുന്നത്, ഇപ്പൊ ജോഗ്രഫി മാഷന്മാർ വന്നിട്ട് ഈ മല്ലാക്കന്മാർക്ക്, അപ്പൊ മല്ലാക്കന്മാർ ഇങ്ങനെ കാലം ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അവരിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഇവർക്ക് ജോഗ്രഫി വന്ന് പഠിപ്പിക്കുന്ന മാഷ് ഈ പറയും ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ചാടിയാണ്, അല്ല ഭൂമി പരന്നതാണ്, അത് മാറ്റി പറയണം, പുസ്തകന്മാര് ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിത്രം വരച്ചു കഴിഞ്ഞാല് ചിത്രം വരക്കാൻ പാടില്ല, ജീവനുള്ള വസ്തുവിന്റെ ചിത്രം വരക്കുക, അത് പടച്ചോന്റെ സൃഷ്ടിയാണ്, അതിനെ എതിർക്കും. ചോക്ക് കൊണ്ട് അറബി അല്ലാന്നൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പൊടി താഴെ വീണ് നമ്മളെങ്ങാനും ചവിട്ടിയാൽ, ആ പൊടി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദൈവ നിഷേധമാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു വരുന്നത്, നമ്മൾ ഭയങ്കരമായി കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെയൊക്കെ മറികടന്നത് എന്നുള്ളതാണ്. അങ്ങനെ കുറെ സ്കൂളുകൾ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ AMLP സ്കൂൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അതൊരു കാലത്ത് ഓത്ത് മുല്ലാക്കയുടെ ഓത്ത് പള്ളിക്കൂടായിരുന്നു. അതിങ്ങനെ മെല്ലെ മെല്ലെ ബ്രിട്ടീഷുകാർ എയ്ഡൊക്കെ കൊടുത്ത് എയ്ഡഡ് മാപ്പിള സ്കൂളാക്കി മാറ്റും. മെല്ലെ മെല്ലെ വിദ്യാഭ്യാസം പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ആദ്യം പോയ ഒരാളാണ് നമ്മുടെ ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇങ്ങനെ അത്യാവശ്യം നല്ല പഠന മികവൊക്കെ പുലർത്തി അങ്ങ് ജാമിയ മില്ലിയയില് ഡിഗ്രി പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ് എടുത്തിരുന്നത് മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന നമ്മുടെ കോൺഗ്രസ് നേതാവ്. മൂപ്പര് ക്ലാസ് ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരുകയാണ് ചെയ്യുന്നത്, ദേശീയ പ്രസ്ഥാനം. അപ്പൊ അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരുപാട് സ്കൂളുകൾ, ഇപ്പം പഞ്ചമ സ്കൂള്, ആദിദ്രാവിഡ സ്കൂള്, ഹിന്ദു സ്കൂള്, ഈവൻ 60കളുടെ തുടക്കത്തില് എന്റെ പെങ്ങള് പഠിച്ചിട്ടുണ്ടായിരുന്ന ഹിന്ദു സ്കൂളിലാണ്, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന മാപ്പിള സ്കൂളാണ്, എയ്ഡഡ് AMLP സ്കൂൾ. ഏതാ ഈ ഹിന്ദു സ്കൂള്? ഗവൺമെന്റ് LP സ്കൂൾ ചെങ്ങരയാണ്. അപ്പം ഗവൺമെന്റ് സ്കൂളൊക്കെ ഹിന്ദു സ്കൂള്, മറ്റേത് മാപ്പിള സ്കൂള്. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് സംഭവങ്ങൾ, ഈ ഓറിയന്റൽ സ്കൂളുകൾ തുടങ്ങുന്നു, അറബി വരുന്നു, അറബി ഒരു സബ്ജക്റ്റ് ആയിട്ട് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളിലൂടെയാണ് ഈ മലപ്പുറം ജില്ലയെ ഈ രീതിയിലേക്ക് വിദ്യാഭ്യാസപരമായിട്ട് മാറ്റിയെടുക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രിട്ടീഷ് മലബാറാണല്ലോ. പിന്നീട് ഈ റീഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 56-ല് സ്റ്റേറ്റ് രൂപപ്പെടുന്നു.
അപ്പോഴൊന്നും തന്നെ നമ്മുടെ ഈ പറയുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് വ്യത്യസ്ത സ്കൂളുകളുണ്ട്. ഇപ്പം മതരഹിതരായി ഒന്നിച്ചിരുന്നു നാം മതിമറന്ന് പഠിച്ച ദിനങ്ങളെ മതിരയിൽ ചെലവാക്കുന്നത് എങ്ങനെ, ഉദയസൂര്യനെ കൊല്ലുന്നത് എങ്ങനെയെന്നൊക്കെ ഇപ്പൊ നമുക്ക് ചോദിക്കാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഓരോ സമുദായത്തിനും വ്യത്യസ്തമായ സ്കൂളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പൊതു വിദ്യാലയം എന്ന് പറയുന്ന സാധനത്തിലേക്കൊക്കെ പിന്നീടാണ് നമ്മൾ വരുന്നത്. കാരണം അങ്ങനെ അത് നടക്കുള്ളൂ ആ കാലത്ത് നിന്ന്. അപ്പം പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മലബാർ കലാപത്തിന് ശേഷം ഈ മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അതിഭീകരമായ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതാണ്. കാരണം ഈ കലാപത്തിൽ പങ്കെടുത്ത എന്ന് പറയപ്പെടുന്നവരുടെ എല്ലാവരുടെയും ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നു, അവരിൽ നിന്ന് വലിയ സംഖ്യ ഫൈൻ വാങ്ങുന്നു, 10,000-കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്നു, 10,000-കണക്കിന് ആൾക്കാരെ അന്തമാനിലേക്ക് നാട് കടത്തുന്നു. ആ സമയത്താണ് ഈ പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന വണ്ടൂർക്കാരനായിട്ടുള്ള ഒരു നൂറ്റാണ്ട് കാലം ജീവിച്ച ഒരാളുണ്ട്, വലിയ പ്രസിദ്ധനായ എറണാടിന്റെ കവി. അതിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടില്, കാലാവസ്ഥ കൊണ്ട് നാട്ടിലേറിയ പെണ്ണുങ്ങൾ കയ്യ് കുത്താതെ മറിയുന്നുണ്ടറിവിൻ നിങ്ങൾ. എന്താ ഈ കയ്യുത്താതെ മറിയാറ്? ദാമ്പത്യ ജീവിതത്തിൽ വ്യാകരണം തെറ്റിച്ച് ജീവിക്കുന്നു. എന്താ കാര്യം? കാലാവസ്ഥ. അങ്ങനെ കാലാവസ്ഥ എന്താണ്? ഈ മലബാർ കലാപത്തിന്റെ അനന്തരഫലമായിട്ട് അതികഠിനമായ ദാരിദ്ര്യം, ആണുങ്ങളില്ല വീട്ടില്. അപ്പൊ പിന്നെ ആ മനുഷ്യന്മാരെ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലേക്ക് പോവുക? ഇതാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടായത്. അതേസമയം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് നല്ല കാശുള്ളവർക്കേ പറ്റൂ. 5 രൂപയൊക്കെ ആയിരുന്നു ഈ 960 വരെയെങ്കിലും ഓരോ മാസത്തെ ഫീസ് എന്നാ പറയുന്നത്. അന്നത്തെ കാലത്തൊക്കെ 5 രൂപ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വിദ്യാഭ്യാസം വന്നില്ല എന്ന് ഞാൻ പറയുന്നു. പിന്നെ എപ്പോഴും അതൊക്കെ വരാൻ തുടങ്ങിയ വിദ്യാഭ്യാസം നമുക്ക് 57-ലെ വിദ്യാഭ്യാസ ബില്ല് വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പായിരുന്നു. സാർവത്രിക വിദ്യാഭ്യാസം, സൗജന്യ വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിധി വരെയെങ്കിലും. അതേപോലെ തന്നെ ഈ എയ്ഡഡ് സ്കൂൾ മാഷന്മാർക്ക് ഡയറക്റ്റ് പേയ്മെന്റ് കൊണ്ടുവന്നത് ആ ബില്ലിലാണ്. മാഷന്മാരെ അല്ലെങ്കിൽ മാനേജർമാരെ കെട്ടിയിടുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അത് പക്ഷെ 60 പിന്നീട് വന്ന ഗവൺമെന്റ് മാറ്റി. എങ്കിൽ പോലും നമ്മുടെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ബില്ലാണ്. വേറെ ഒന്ന് ഞാൻ പറയാ, 69-ലെ ലാൻഡ് റിഫോം. നമ്മൾ ഈ 67 തുടങ്ങി EMS മിനിസ്ട്രി തുടങ്ങി വെച്ചു. പിന്നീട് ആ മിനിസ്ട്രി പോയി, പിന്നീട് വന്ന മിനിസ്ട്രിക്ക് അത് ഏറ്റെടുക്കേണ്ടി വന്നു. 69-ലാണ് സമഗ്രമായിട്ടുള്ള ഒരു ഭൂപരിഷ്കരണം നടക്കുന്നത്. അതിന്റെ ഒരു അനന്തരഫലം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, EMS മരിച്ചപ്പോഴേ 98-ലല്ലേ EMS മരിക്കുന്നത്. അപ്പൊ EMS മരിച്ചപ്പോൾ എൻ്റെ വീട്ടിനടുത്ത ഒരു ആചാര്യുണ്ട്. അപ്പം ആ ആചാര്യ റോഡ് സൈഡിലാണ് വീട്. ഇതിനപ്പുറത്ത് DYFIയുടെ ഒരു എന്താ പറയാ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ഈ പുറത്തെ വീട്ടില് ഈ ആചാര്യ താമസിക്കും. ആചാര്യക്ക് കുറെ മക്കളുണ്ട്. അപ്പൊ ആചാര്യയുടെ ഒരു മകനും അവരെ കൂട്ടുകാരും കൂടെ ഈ EMS മരിച്ചെന്ന് അവരിങ്ങനെ ചർച്ച ചെയ്യാണ്. ഒരാള് പറയാണ്, എന്തിനപ്പോ EMS മരിച്ചതിന് നമ്മൾ ഈ കടയൊക്കെ അടക്കുന്നത്, എന്തിനപ്പോ ഹർത്താൽ? മൂപ്പര് ആരായിരുന്നു? ഈ സാധനം കേട്ടിട്ട് ഇപ്പുറത്ത് ഈ പറയുന്ന ഹാജിയാര് ഭയങ്കര ക്രുദ്ധനായിട്ട് ഈ ബസ് സ്റ്റോപ്പിലേക്ക്, ബസ് വെയിറ്റിംഗ് ഷെഡിലേക്ക് പോയിട്ട്, ഈ ചിലക്കണ്ട അവിടെ ഇപ്പൊ തിന്നുന്ന ചോറുണ്ടല്ലോ, അതാ 50 ലക്ഷം തന്നതാണ്. അപ്പോഴാണ് ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ ഞാൻ ഇത് കണ്ടിട്ട്, അദ്ദേഹം EMSന്റെ പാർട്ടിക്കാരനെ അല്ല കേട്ടോ, വിരുദ്ധ ചേരികളില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ തിന്നുന്ന ചോറ് ഈ EMS അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പരിഷ്കരണത്തിന്റെ ഭാഗം. അത് വളരെ കറക്റ്റാണ്. എന്റെ അനുഭവം അതാണ്. കാരണം ഇപ്പൊ ഞാൻ എന്റെ വാപ്പക്ക് ഇതുപോലെ 9 മക്കൾ, അന്നൊക്കെ 9, 11, 15 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമല്ല. ഈ 9 മക്കളൊക്കെ തീറ്റിപ്പോറ്റിയിട്ട് ഇവരെയൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടായിരുന്ന കാലത്താണ് 69-ല്. അപ്പൊ എന്റെ വാപ്പിയൊക്കെ പാട്ടക്കുടിയാന്മാരായിരുന്നു, നേരത്തെ പറഞ്ഞ ആചാര്യ പോലെ തന്നെ. അപ്പം ഈ പാട്ടക്കുടിയാന്മാർക്ക് ഒരു നിയമനിർമ്മാണത്തിലൂടെ പാട്ടഭൂമിയുടെ ഉടമകളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സർപ്ലസ് വരികയാണ്. ആ സർപ്ലസ് കൊണ്ടാണ് എന്നെ പോലെയുള്ളവരെ പഠിപ്പിക്കാൻ എന്റെ വാപ്പക്ക് കഴിഞ്ഞത് എന്നാണ്. അപ്പൊ ഇത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. എന്നാലും നിങ്ങൾ മാഷന്മാർ മാത്രമാണെന്ന് പറയും. മാഷന്മാരുണ്ട് തീർച്ചയായിട്ടും. മാഷന്മാരില്ലാതെ എന്റെ ഈ നായനാര് ചോദിച്ചില്ലേ, ഞാൻ ബന്തെടുക്ക സ്കൂളിലെ കുട്ടിയെ നേരിട്ട് സംവദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ ഫോണിലൂടെ. അപ്പൊ മൂപ്പര്, എന്താ നിന്റെ പ്രശ്നം, ബന്തെടുക്ക സ്കൂളിൽ എന്താ, അവിടെ മാഷന്മാരില്ല. മാഷന്മാരില്ലാതെ നീ എങ്ങനെ സ്കൂൾ വിദ്യാർത്ഥിയായി എന്ന് ചോദിച്ച പോലെ മാഷന്മാർ തീർച്ചയായിട്ടും വേണം. പക്ഷെ മാഷന്മാരോടൊപ്പം തന്നെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വേറൊരു സംഭവം ഞാൻ പറയുന്നത്, ഈ
ഷിയാബുദ്ദീൻ പൊയ്ത്തുംകടമാണെന്ന് തോന്നുന്നു പറയുന്നത്. ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ദീനാറും ദിർഹവുമാണ്. ദീനാറും ദിർഹവുമാണ് മുസ്ലിം സമുദായത്തിന്റെ വിമോചകരെന്ന് പറയുന്നതിൽ ഒരു ശരിയുണ്ട്. കാരണം മുസ്ലിം സമുദായം മാത്രം മലപ്പുറത്ത് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 60-കൾ 70-കൾക്ക് ശേഷം വലിയ ക്വാണ്ടം ജമ്പ് ഉണ്ടാവുന്നുണ്ട്. ഈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ക്വാണ്ടം ജമ്പ് ഉണ്ടാവുന്നത് നമ്മൾ ഗൾഫ് പോകാൻ തുടങ്ങിയതുകൊണ്ട്. അപ്പൊ ഈ ഗൾഫ് പോയവർ ഗൾഫ് പോകുന്നതൊന്നും തന്നെ വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല. അവിടുത്തെ സാധാ തൊഴിൽ മേഖലയിലേക്കാണ് അവർ പോകുന്നത്. കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ല. അവർക്ക് അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടിയപ്പം ചാടിക്കേറി പോയതാണ് ലോഞ്ചിൽ നിന്ന്. പക്ഷെ അവരവിടെ നിന്ന് സമ്പാദിക്കുന്ന ദീനാറും ദിർഹവും അവരാദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അവരെ മക്കളുടെ വിദ്യാഭ്യാസത്തിലാണ്. അത് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. കാരണം നേരത്തെ പ്രയോറിറ്റി ഇതല്ല, വിദ്യാഭ്യാസമല്ല. ജീവസന്ധാരണത്തിന് വഴിയില്ലാത്തൊരു സമൂഹം എങ്ങനെയാണ് മക്കളെ വിദ്യാഭ്യാസത്തിനാക്കുക? അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സർപ്ലസ് മണി വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്റെ വാപ്പക്കൊക്കെ ഈ പറയുന്ന ലാൻഡ് റിഫോമിലൂടെ സർപ്ലസ് വന്നെങ്കിൽ ഈ പറയുന്ന വിഭാഗത്തിന് ഈ പറയുന്ന പെട്രോൾ ഡോളറിന്റെ രൂപത്തിൽ സർപ്ലസ് വരികയും അവര് മക്കളെ പറഞ്ഞേക്കാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടക്കം പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഭൂമികയിലാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ക്വാണ്ടം ജമ്പ് സാക്ഷരതയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിന് വേറെ ഒരു കാര്യമുള്ളത് മലപ്പുറത്തിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ തന്നെ ഇപ്പം നമ്മുടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും തൃശ്ശൂർ ജില്ലക്കല്ല സാംസ്കാരിക തലസ്ഥാനം കൊടുക്കേണ്ടത്, മലപ്പുറത്തിനാണ്. അത് നിങ്ങൾ അംഗീകരിക്കും എനിക്കറിയാം. നമ്മൾ ആലോചിച്ച് നോക്കും, മലയാള സാഹിത്യം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് മലപ്പുറത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എത്ര മഹത്തരാണെന്നുള്ളത്. തുഞ്ചത്താചാര്യം മുതൽക്ക് ഇങ്ങനെ കൂടെ എടശ്ശേരി, ചെറുതാട്, വള്ളത്തോള്, മൊയിൻകുട്ടി വൈദ്യര്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വണ്ടൂർക്കാരനായിട്ടുള്ള, അതേപോലെ തന്നെ പൊന്നാനിക്കളരി എന്ന് പറഞ്ഞിട്ട് എം ഗോവിന്ദൻ മുതൽ ഇങ്ങനെ എണ്ണിയാൽ VC ബാലകൃഷ്ണൻ, അങ്ങനെ എണ്ണിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ പേര് വരാം. ഇപ്പൊ മലയാള സാഹിത്യത്തിന്റെ മണ്ഡലത്തിലായാലും മലയാള ഭാഷയുടെ മണ്ഡലത്തിലായാലും ഒക്കെ തന്നെ. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൊന്നാനിയിലാണ് ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം രൂപപ്പെടുന്നത്, തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതിന്റെ പ്രാധാന്യം ഇതൊരു ചരിത്ര ഗ്രന്ഥം മാത്രമല്ല, അതിലൂടെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ വർത്തമാന ഇന്ത്യക്കാർക്കൊക്കെ ഒരു മാതൃകയാണ് ആ ടെക്സ്റ്റ്. അതിൽ സാമൂതിരി എന്ന് പറയുന്ന ഹിന്ദു രാജാവിന്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ദാറുൽ ഇസ്ലാം എന്നാണ്. ഒരു ഹിന്ദു ഭരണാധികാരി ഭരിക്കുന്ന, നമ്മുടെയൊക്കെ ഈ പറയുന്ന മലപ്പുറം ജില്ല സാമൂതിരിയുടെ ഭാഗമായിരുന്നല്ലോ. അപ്പൊ അതിൽപ്പെട്ട പൊന്നാനിക്കാരനായിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ ആ പുസ്തകത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈ സാമൂതിരിയുടെ രാജ്യം എന്ന് പറയുന്നത് ദാറുൽ ഇസ്ലാമാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണില്ല. എന്നിട്ട് പറയുന്നത് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ദാറുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പടക്കിറങ്ങണമെന്ന്. അങ്ങനെ പടക്കിറങ്ങി കരയിൽ നായർ സൈന്യവും കടലില് കുഞ്ഞാലിമരക്കാരുടെ സൈന്യം സംയുക്തമായിട്ട് സമരം നടത്തിയിട്ട് 1571 ചാലിയൻകോട്ട പിടിച്ചെടുക്കുന്നു. ആ പിടിച്ചടക്കിയപ്പം കോഴിക്കോട്ടെ നേരത്തെ ഞാൻ പറഞ്ഞ കാസി മുഹമ്മദ് ഉണ്ടല്ലോ, മൊഹിദ്ദീമാൽ എഴുതിയ ആള് വേറൊരു കാവ്യം കൂടെ രചിച്ചിട്ടുണ്ട്. അതും ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ്. ആ കാവ്യത്തിന്റെ പേര് ഫത്തുൽ മുബീൻ, വ്യക്തമായ വിജയം. അപ്പൊ അതിനകത്ത് ആ അറബി കാവ്യം ആദ്യത്തെ പേജ് തുറന്നാൽ നിങ്ങൾക്ക് കാണാം, ലി സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ എന്നാണ്. ഒരു പുസ്തകം സമർപ്പിക്കുകയാണ്. ആർക്കാ സമർപ്പിക്കുന്നത്? ലി സാമിരി അല്ലേ, സാമൂതിരിക്ക്. ആരാ സാമൂതിരി? അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന സാമൂതിരിക്കായിട്ട് സമർപ്പിക്കുന്നു. ലോക ചരിത്രത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല ഒരു അറബി ഗ്രന്ഥം ഒരു മുസ്ലിം ഭരണാധികാരിക്ക് സമർപ്പിക്കുന്നതായിട്ട്. ഇതിനതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു ജില്ലാ രൂപീകരണത്തിന് മുമ്പ് തന്നെ മലപ്പുറത്തിന്റെ ഒരു സംഭവം ഇതായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ മലപ്പുറത്തിന്റെ ഏത് വിശുദ്ധ സ്ഥലികൾ എടുത്തു നോക്കുക, ഈ വ്യത്യസ്ത സമുദായങ്ങളുടെ സീക്രട്ട് ജോഗ്രഫി എന്ന് പറയില്ല, വിശുദ്ധ സ്ഥലികൾ, ആരാധന കേന്ദ്രങ്ങൾ എടുത്തു നോക്കുക. അവിടെയൊക്കെ തന്നെ ഈ പങ്കാളിത്തത്തിന്റെ ഒരു തലം നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത സമുദായക്കാർ ഒന്നിച്ച് പങ്കിടുന്നു. അത് നമ്മൾ ഈ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് വന്നൊന്നുമല്ല. മോഡേണിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ച നിങ്ങൾ പോയി നോക്കണം. ഞാൻ ഇപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാം, അവിടെ നിങ്ങൾക്ക് ഈ പങ്കിടലിന്റെ സാധനം കാണാൻ പറ്റും. അവിടെ നേർച്ച ആരംഭിക്കുന്നത് അമ്പാട്ട് നായർ തറവാട്ടിലെ മൂത്ത കാരണവരാണ് നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തുന്നത്. കൊല്ലൂനി ഭഗവതി ക്ഷേത്രത്തിന് ആ നേർച്ചയ്ക്ക് വേണ്ട എണ്ണ കൊടുക്കുന്നത്. 7 ദിവസവും നേർച്ചയ്ക്ക് വിളമ്പുന്നത് സദ്യയാണ്, വെജിറ്റേറിയൻ സദ്യയാണ്, അല്ലാതെ ബിരിയാണി അല്ല. അതെന്തുകൊണ്ടാണ്? എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. കൊണ്ടോട്ടി നേർച്ചയിൽ അവസാനത്തെ പെട്ടി തട്ടാന്റെ പെട്ടിയാണ്.
10ാമത്തെ പെട്ടി ദളിത് വിഭാഗത്തിന്റെ പെട്ടിയാണ്. അതാണ്. അതുപോലെ മമ്പറും മക്കാമിൽ നിങ്ങൾ നോക്കുക, മമ്പുറത്തെ ചെയ്തലവി തങ്ങളെ മക്കാമെന്നാണ് അപ്പുറത്ത് നടക്കുന്ന കളിയാട്ടക്കാവ് ഉത്സവം തുടങ്ങുന്നത്, കുതിരകെട്ട് പ്രൊസഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്ന്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം പറയും, ഈ 2016 നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഗുരുവായൂരിൽ തുലാഭാരം നടത്തുന്നു. ആ തുലാഭാരം നടത്താനുള്ള 112 കിലോ താമരപ്പൂവ് ചക്കാലക്കൽ മുസ്തഫന്റെ പാടത്തുണ്ടാക്കിയതാ. നമുക്കത് അറിയില്ല കേട്ടോ, അത് പറഞ്ഞ അത് ഇപ്പൊ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായിട്ട് ഈ കുടുംബമാണ്, ഈ തിരുനാവായ കുടുംബമാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾക്ക് വേണ്ട പൂ വിതരണം ചെയ്യുന്നു. ഇതുപോലെ അതുപോലെ മൂന്നാക്കൽ പള്ളി വളാഞ്ചേരിയിൽ നിങ്ങൾ ആലോചിക്കും, ഒരു 24,000 കുടുംബത്തിന് കഴിയേണ്ട റേഷൻ അരി വിതരണം ചെയ്യുന്നു എത്രയോ കാലം, പതിറ്റാണ്ടുകളായിട്ട്. ആ 24,000 കുടുംബത്തിൽ ഏതാണ്ട് പകുതി ഹിന്ദു കുടുംബങ്ങൾ തന്നെയാണ്. ഇത് പണ്ട് മുതലേ ഇങ്ങനെയാണെങ്കിൽ ഇന്നും അതിന്റെ തുടർച്ച ഉണ്ട് എന്നുള്ളതിന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതാണ് നിങ്ങൾ കാണേണ്ട ഒരു സിനിമ ഉണ്ട്, എന്ന് സ്വന്തം ശ്രീധരൻ. 2 വർഷം മുമ്പ് നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കാണാണ്. കുറിപ്പ് ഇങ്ങനെയാണ്: എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ശ്രീധരൻ. ഈ ശ്രീധരൻ ഏത് ഉമ്മക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥിക്കുക? അപ്പോഴാണ് നമ്മൾ എല്ലാവരും അന്വേഷിച്ചപ്പോൾ കിട്ടിയത്, അത് തെന്നാടത്തിൽ സുബൈദ എന്ന് പറഞ്ഞ മുസ്ലിം സ്ത്രീയാണ് ഈ ശ്രീധരന്റെ വളർത്തുമ്മ എന്ന് പറയുമ്പോൾ ശരിയോ? അപ്പൊ എന്താ സംഭവം? ഈ കരുളായിക്കാരിയായ തെന്നാടത്തിൽ സുബൈദ തന്റെ അയൽപ്പക്കത്ത് തന്റെ വീട്ടിലൊക്കെ ജോലിക്ക് സഹായിക്കുന്ന ചക്കി എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീക്ക്, അത് ഒരു വിവാഹമോചിതയായിരുന്നു, 3 മക്കളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ചക്കി മരിക്കുന്നു. നിരാലംബരായി മക്കൾ എന്ത് ചെയ്യും? ഈ സുബൈദ തന്റെ വീട്ടിലെ താൻ വളർത്തുന്ന 4 കുട്ടികളോടൊപ്പം ഈ 3 കുട്ടികളെയും വളർത്തുകയാണ്. ചെറിയ കുട്ടികളാണ്, വളർത്തി വലുതാക്കുന്നു. ഹിന്ദുക്കളായിട്ട് തന്നെയാണ് വളർത്തിയത്. അതുകൊണ്ടാണ് ശ്രീധരൻ, 40കാരനായ ശ്രീധരൻ ഈ കുറിപ്പിടുന്നത്. അപ്പം ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലപ്പുറത്തിന്, പഴയ ദക്ഷിണ മലബാറിന് പണ്ട് മുതലേ ഈ പാരസ്പര്യം, പൊന്നാനിക്കളരിയൊക്കെ അതിന്റെ, ഇപ്പം സൂഫി പറഞ്ഞ കഥയൊക്കെ നിങ്ങൾ അല്ലെ, രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പാരസ്പര്യത്തിന്റെ കഥകളാണ്. അപ്പൊ അങ്ങനെ ഒരു സാംസ്കാരിക ഭൂമിക നേരത്തെ തന്നെ മലപ്പുറത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ പശ്ചാത്തലമാണ് ഈ ജില്ലക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയെ ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ജില്ലക്കാർ മാറും എന്ന കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല. മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ പിന്മാറുന്നു. നന്ദി.